യുഎസ് ഇറാൻ ഒത്തുതീർപ്പ് ചർച്ചകൾ വൈകിട്ട് 5 മണിയോടുകൂടി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നടക്കും. മധ്യസ്ഥരായ പാകിസ്ഥാനോട് ഇരുവരും പ്രത്യേകം ചർച്ചകൾ നടത്തി. ഷീജ ശ്യാം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ലോകമാകെയും കാക്ഷിക്കുന്നത് സമാധാനം മാത്രമാണ്. അതിന് മുന്നോടിയായിട്ടായിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളുടെ ചർച്ച നടന്നത്. നമ്മൾ ചർച്ചയെ എങ്ങനെ നോക്കിക്കാണും? ഒരു പക്ഷേ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ചർച്ച എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മലയാളി ആംഗിളിൽ അതിനെ കാണാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പശ്ചിമേഷ്യയിലെ സ്ഥിരത, ആഗോള ഊർജ വ്യവസ്ഥയുടെ സ്ഥിരത, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിലവിൽ അതൊരു ഉഭയകക്ഷി ചർച്ചയായിട്ടാണ് നടക്കുന്നത്. അതായത് പാകിസ്ഥാൻ ആദ്യം അമേരിക്കയുമായി ചർച്ച നടത്തും, പിന്നീട് ഇറാനുമായി ചർച്ച നടത്തും. ഈ പാകിസ്ഥാനോട് മുമ്പിൽ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കയും ഇറാനും ഒരുപാട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളിൽ തീരുമാനമായാൽ മാത്രമേ ഒരുപക്ഷെ ഒരു ത്രികക്ഷി ചർച്ച സാധ്യമാവുകയുള്ളൂ. 5 മണിക്ക് ഈ ചർച്ച ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനു മുന്നോടിയായി നടന്ന പ്രാരംഭ ചർച്ചകളാണ് അമേരിക്കൻ അധികൃതരുമായി ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ഒരു സൗഹൃദ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇറാനുമായും സമാനമായ രീതിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകളിൽ എത്രത്തോളം ഇരു കക്ഷികൾക്കും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനം. ലെബനനിലെ ഇസ്രയേൽ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നതാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. രണ്ടാമത്തേത്, മരവിപ്പിച്ച വിദേശ ബാങ്കുകളിലായി ഇറാന്റെ ഒരുപാട് ആസ്തികളുണ്ട്. അത് മരവിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ആ മരവിപ്പിച്ചത് പിൻവലിക്കണം. ഹോർമുസ് കടലിടുക്കിന് പൂർണ്ണമായ നിയന്ത്രണം ഇറാൻ അനുവദിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. അതേപോലെ തന്നെ അമേരിക്കയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കണം, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായി തുറന്നു കൊടുക്കണം, റിലിജിയൻ പോലീസിങ്ങിലുള്ള നിയന്ത്രണം മാറ്റണം, അല്ലെങ്കിൽ അത് അയവ് വരുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ. ഇതിനിടയിൽ ഈ മരവിപ്പിച്ച ആസ്തികൾ തിരികെ നൽകുന്ന കാര്യത്തിൽ അമേരിക്ക ചില വിട്ടുവീഴ്ച ചെയ്തു എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അതിപ്പോൾ ഈ ചർച്ചയ്ക്ക് തൊട്ട് മുൻപായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അപ്പം നമുക്കറിയേണ്ടത് ഈ നിബന്ധനകൾ, പ്രീ കണ്ടീഷൻസിൽ എത്രത്തോളം വിട്ടുവീഴ്ചയ്ക്ക് ഇരു കൂട്ടരും തയ്യാറാവും. അതുപോലെ തന്നെ ഇസ്രയേലിന് മുകളിലേക്ക് പൂർണ്ണമായും ഉത്തരവാദിത്തം ചാരാൻ അമേരിക്ക ശ്രമിക്കാൻ ഇടയുണ്ട് എന്ന് ഇറാൻ ആശങ്കപ്പെടുന്നുണ്ട്. അതായത് ഈ ആക്രമണം, ലെബനനിൽ നടക്കുന്ന ആക്രമണം മുഴുവൻ ഇസ്രയേൽ നടത്തുന്നതാണ്, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ ഒന്നും പറയാനില്ല എന്ന രീതിയിൽ അത് അനുവദിക്കില്ല. ഇറാനും ഇസ്രയേലും അമേരിക്കയും, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന കക്ഷി തന്നെയാണ് ഇസ്രായേൽ എന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത്. സ്വാഭാവികമായും നമുക്കറിയേണ്ടത് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ അക്ഷയ, ബാക്കി അരമണിക്കൂർ. ആ അരമണിക്കൂറിനപ്പുറം എന്ത് സംഭവിക്കും, എത്രത്തോളം വിട്ടുവീഴ്ച ഉണ്ടാകും? സമയം ഇപ്പൊ 4:24 കഴിഞ്ഞു. അരമണിക്കൂറോളം സമയമാണ് നമുക്ക് മുൻപിലുള്ളത്. അതിനുള്ളിൽ ആ ചർച്ചകൾ ആരംഭിക്കും. എന്തൊക്കെ ഉപാധികൾ മുന്നോട്ട് വയ്ക്കും, നിബന്ധനകൾ എങ്ങനെ പാലിക്കപ്പെടും എന്നൊക്കെയുള്ളത് അതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സമാധാനം ഉണ്ടാകട്ടെ, അത്രമാത്രം നമുക്ക് ആഗ്രഹിക്കാം.